ഇന്ന് ഒരു ട്രാവൽ വീഡിയോ ആണ്. ഇപ്പം ഞാനുള്ളത് കൊച്ചുവേളിയിലാണ്. കൊച്ചുവേളിയിൽ നിന്ന് മൈസൂർ വരെ പോകുന്ന എക്സ്പ്രസ്സിൽ ബാംഗ്ലൂരിലേക്കാണ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഇന്ന് ഞാൻ മാത്രമല്ല, കുട്ടിപ്പട്ടാളവും കൂടെ ഉണ്ട്. കാരണം വെക്കേഷന് ബാംഗ്ലൂർ പോകാൻ അവർക്കൊരു വാക്ക് കൊടുത്തിരുന്നു. പക്ഷേ വെക്കേഷന് പോകാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ നമ്മൾ വാക്ക് കൊടുത്തെങ്കിൽ അത് പാലിക്കുക എന്നുള്ളത് നമ്മുടെ രക്ഷകർത്താക്കളുടെ ഓരോരുത്തരുടെയും കടമയാണ്. അവർ ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടാവും, പക്ഷേ നമ്മളാണ് വാക്ക് കൊടുത്തത്, നമ്മൾ മറക്കരുത്. അങ്ങനെ ഞാൻ കൊച്ചുവേളിയിൽ നിന്ന് തന്നെ കയറി. എനിക്ക് ട്രിവാൻഡ്രത്ത് വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെ കൊച്ചുവേളിയിൽ നിന്നും തന്നെ ഞാൻ റിസർവ് ചെയ്ത സീറ്റിൽ ഇരുന്നു. ഓപ്പൺ ടിക്കറ്റാണ് എടുത്തത്. ടി ടിയോട് കാര്യം പറഞ്ഞു. ടി ടി ഒരു പ്രശ്നമില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എക്സ്ട്രാ ചാർജും കാര്യങ്ങളൊന്നും മേടിച്ചില്ല. ടി ടിക്ക് ഒരുപാട് നന്ദി. അങ്ങനെ വണ്ടി അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. കാരണം അവിടെ നിന്ന് അമ്മയും കുട്ടികളും കയറാനുണ്ട്. സമയം 2 മിനിറ്റ് മാത്രമേ നമുക്കവിടെ ഉള്ളൂ. പക്ഷേ ഇന്ന് 2 മിനിറ്റല്ല, ഏകദേശം 10-15 മിനിറ്റോളം അവിടെ വണ്ടി നിന്നു. മറ്റൊന്നുമല്ല, ജനശതാബ്ദിക്ക് വേണ്ടി ക്രൂസിങ്ങിനാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം അമ്പലപ്പുഴ വരെ ഡബിൾ ലൈനാണ്. എന്നാൽ അമ്പലപ്പുഴയിൽ നിന്നും എറണാകുളം വരെ സിംഗിൾ ലൈനാണ്. അതുകൊണ്ട് പലപ്പോഴും എല്ലാ ട്രെയിനുകളും അമ്പലപ്പുഴ വരെ കൃത്യസമയം പാലിക്കാറുണ്ട്. അമ്പലപ്പുഴ കഴിഞ്ഞാൽ പിന്നെ അരമണിക്കൂറോളം, എന്തിനു പറയുന്നു, നമ്മുടെ വന്ദേ ഭാരത് വരെ മെമുവിന് വേണ്ടി പലപ്പോഴും ക്രോസിങ്ങിന് വേണ്ടി അമ്പലപ്പുഴയിൽ കിടക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ സമയം ക്ലിയർ ആയതുകൊണ്ട് അധികം താമസിയാതെ തന്നെ ജനശതാബ്ദി വന്നു. ട്രെയിനിൽ കയറിയതും ഋത്തുവിന് വിശപ്പ് തുടങ്ങി. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ട്രെയിനിലോ കാറിലോ യാത്ര ചെയ്യുമ്പോൾ കുട്ടികൾക്കൊക്കെ വിശപ്പ് അപ്പോൾ വരും. വീട്ടിൽ ഈ സമയത്ത് ഒന്നും കഴിക്കാത്ത ടീമാണ്. ട്രെയിനിൽ കയറിയപ്പോൾ ചപ്പാത്തി വേണം. എന്തായാലും രാത്രിയിലേക്കുള്ള ചപ്പാത്തി വീട്ടിൽ നിന്ന് തന്നെ കരുതിയിരുന്നു. അങ്ങനെ ചപ്പാത്തി കഴിക്കാൻ തുടങ്ങി. എനിക്ക് വിശക്കുന്നില്ലാത്തതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. ചപ്പാത്തി കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും എക്സസൈസ് ചെയ്യണമെന്ന് ടീച്ചർമാർ പറഞ്ഞിട്ടുണ്ടത്രേ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് എക്സസൈസ് ചെയ്യണമെന്ന്. ഏത് ടീച്ചർ പറഞ്ഞണമെന്ന് എനിക്കറിയില്ല. വെറുതെ ആ പാവൻ ടീച്ചറെ പറയിപ്പിക്കാൻ വേണ്ടി എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും. പക്ഷെ നമ്മുടെ ഈ ട്രെയിനൊരു കുഴപ്പം, കുറേ അങ്ങ് സഞ്ചരിച്ച് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് എന്തോ ബ്രേക്ക് ഇടുന്ന പോലെ വണ്ടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയിൽ ഉറങ്ങുമ്പോൾ ഇതൊരു ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചു. എന്തായാലും അപ്പർ ബർത്തിൽ അവർക്കൊരു കൂട്ടുകാരനെ കിട്ടി. ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്ന അവരും ബാംഗ്ലൂർ വരെ ഉണ്ട്. ആ കുട്ടിയോടൊപ്പം അവരും യാത്ര ചെയ്തു. അങ്ങനെ അപ്പർ ബർത്തിൽ ഞാനും ഋത്തൂസും കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ 7 മണിക്ക് തന്നെ നമ്മുടെ എക്സ്പ്രസ് 7:30 KR പുരം എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടെ ചേട്ടൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചേട്ടൻ കാറിൽ ഞങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനിയുള്ള വീഡിയോ ബാംഗ്ലൂരിലാണ്. ആരും കാണാൻ മറക്കരുത്.